സിറോ മലബാർ സെയിന്റ് തോമസ് പാരിഷിലാണ്, സോമർസെറ്റ് പാരിഷിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. യൂക്രിസ്റ്റിക് കോൺഗ്രസിന്റെ അവസാന ദിവസമാണിന്ന്. സിറോ മലബാറിന്റെ അമേരിക്കൻ സിറോ മലബാറിന്റെ ആദ്യത്തെ യൂക്രിസ്റ്റിക് കോൺഗ്രസ് ഇന്നിവിടെ അവസാനിക്കുമ്പോൾ രൂപതയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ അങ്ങാടിയത്ത് പിതാവിന്റെ ജൂബിലി ആഘോഷങ്ങൾക്കും ഇവിടെ ഇന്ന് ആരംഭം കുറിക്കുകയാണ്. ഇന്നത്തെ ദിവസം രാവിലെ തന്നെ മലയാളം ട്രാക്കിൽ ഫാദർ ഡാനിയൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം, ഇത്രയും ദിവസം പഠിച്ച വിശുദ്ധ കുർബാനയുടെ പാഠങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ യൂക്രിസ്റ്റിക് കോൺഗ്രസിൽ നിന്ന് നാം ഈ നമ്മുടെ ദേവാലയങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്കും നാം തിരിച്ചു പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തകളും എപ്പോഴും യേശുവെ കുറിച്ചായിരിക്കണം, വിശുദ്ധ കുർബാനയെ കുറിച്ചായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ വളരെ നന്നായിട്ട് എപ്പോഴും തന്നെ ഈശോയെ കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവജനങ്ങളും ഈശോയിൽ വളർന്നു വരികയും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ വളർന്നു വരികയും ചെയ്യാൻ പറ്റുന്നതെന്ന് ഫാദർ ഡാനിയൽ ഞങ്ങളോട് പറയുകയുണ്ടായി. ഡാനിയൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, വിശുദ്ധ കുർബാന യഥാർത്ഥത്തിലുള്ള ഈശോയാണ്. വിശുദ്ധ കുർബാന വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ നടക്കും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെടും. അപ്പോൾ വിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ ഒരു ഭക്തി ഉറവെടുക്കാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അച്ഛൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തു. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ട്രാക്കിൽ ഇന്ന് അലക്സ് ഗോട്ടയുടെയും ഫാദർ കെവിന്റെയും ക്ലാസ്സുകളായിരുന്നു യൂത്ത് കുഞ്ഞുങ്ങൾക്കും ഹൈസ്കൂൾ കുട്ടികൾക്കുമായിട്ട് നടത്തപ്പെട്ടത്. അതോടൊപ്പം എലമെന്ററി ക്ലാസ്സുകളിലാവട്ടെ സിസ്റ്റർ ആഗ്നസിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയെ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും വിശുദ്ധ കുർബാനയെ ആക്ടിവിറ്റീസിലൂടെയും എല്ലാം പഠിക്കുവാനും തിരുഹൃദയത്തോടുള്ള സ്നേഹവും അവരെ ഇന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇന്നത്തെ ദിവസത്തെ മീറ്റിംഗിൽ വെച്ച് ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കാനായിട്ടുള്ള ഒരു മീറ്റിംഗും ഒരു താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗും ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഇന്നത്തെ ഒരു ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചതും അതോടൊപ്പം തന്നെ യൂക്രിസ്റ്റിക് കോൺഗ്രസ് അവസാനിച്ചതും. വിശുദ്ധ കുർബാനയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം, പല ദേവാലയങ്ങളിൽ നിന്ന് 50ഓളം ദേവാലയങ്ങളിൽ നിന്നും മിഷനുകളിൽ നിന്നുമെല്ലാമുള്ള അൾത്താര ശുശ്രൂഷകർ അവരുടെ അൾത്താര ശുശ്രൂഷകരുടെ വേഷത്തിൽ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം എല്ലാ ദേവാലയങ്ങളിൽ നിന്ന് തന്നെയുള്ള പുരോഹിതരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാന നയിച്ചത് നമ്മുടെ സിറോ മലബാർ സഭയുടെ തലവനായ മാർ റാഫായൽ തട്ടിൽ പിതാവാണ്. അതോടൊപ്പം തന്നെ മാർ ജോയ് ആലപ്പാട്ട് പിതാവും മാർ അങ്ങാടിയത്തെ പിതാവും മറ്റ് അച്ഛന്മാരും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് മാർ റഫായൽ തട്ടിൽ പിതാവ് നമ്മോട് പറഞ്ഞു, നമ്മുടെ സിറോ മലബാർ സഭ ഇവിടെ വളരെ മനോഹരമായിട്ട് വളരുന്നത് കണ്ടിട്ട് പിതാവിന് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ നാം ചേർത്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ അകറ്റിക്കളയാതിരിക്കാനായിട്ട് നാം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പിതാവ് നമ്മെ ആഹ്വാനം ചെയ്തു. അതിനുശേഷം നടന്ന മനോഹരമായ ഒരു കാഴ്ച യൂക്രിസ്റ്റിക് പ്രൊസഷൻ ആയിരുന്നു. നമ്മളുടെ യൂക്രിസ്റ്റിക് പ്രൊസഷൻ ഇന്ന് അവിടെ ആരംഭിച്ചത് ഫ്രാങ്ക്ലിൻ ഹൈസ്കൂൾ, സോമർസെറ്റിലെ ഫ്രാങ്ക്ലിൻ ഹൈസ്കൂളിലാണ്. അവിടെ നിന്ന് ആരംഭിച്ച് സോമർസെറ്റ് സെയിന്റ് തോമസ് പള്ളിയിലാണ് അവസാനിച്ചത്. 3000-ലധികം പേര് ഉണ്ടായിരുന്നു യൂക്രിസ്റ്റിക് പ്രൊസഷനിൽ. ഇവിടെയുള്ള ആളുകളും അമേരിക്കൻസും യൂക്രിസ്റ്റിക് പ്രൊസഷനിൽ പങ്കെടുത്തു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. യൂക്രിസ്റ്റിക് പ്രൊസഷന് മുന്നിലായിട്ട് ഈ വർഷവും കഴിഞ്ഞ വർഷവും ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ ഒരു പ്രൊസഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പുറകിലായിട്ട് 100ഓളം അൾത്താര ശുശ്രൂഷകരും അതിന്റെ പുറകിലായിട്ട് അനേകം പുരോഹിതരും സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു യൂക്രിസ്റ്റിക് പ്രൊസഷനിൽ. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ സമാഗമന കൂടാരത്തെ പേടകത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ഒരു പേടകത്തിലായിരുന്നു വിശുദ്ധ കുർബാനയെ വഹിച്ചിരുന്നത്. വിശുദ്ധ കുർബാനയെ വഹിച്ചത് നമ്മുടെ ചിക്കാഗോ രൂപതയുടെ അധിപനായ മാർ ജോയ് ആലപ്പാട്ട് പിതാവായിരുന്നു. അതോടൊപ്പം തന്നെ 12 കുലങ്ങളെയും 12 ഗോത്രങ്ങളെയും 12 ശിഷ്യന്മാരെയും സ്മരിക്കത്തക്ക രീതിയിൽ 12 അച്ഛന്മാര് ജോയ് പിതാവിനോടൊപ്പം ആ പേടകത്തെ വഹിച്ചുകൊണ്ടുള്ള യാത്ര പ്രൊസഷൻ വളരെ മനോഹരമായിരുന്നു. ആ പ്രൊസഷൻ എൻഡ് ചെയ്തത് സോമർസെറ്റ് സെയിന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ വെച്ചാണ്. അവിടെ വെച്ച് ബെനഡിക്ഷനോടുകൂടി അവിടെ അവസാനിക്കുകയും അതോടൊപ്പം ജോയ് പിതാവും തോമസ് അച്ഛനും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയും ചെയ്തു. ഏറ്റവും മനോഹരമായിട്ട് ഈ 3 ദിവസം ഈ സോമർസെറ്റ് പള്ളി, സെയിന്റ് തോമസ് പള്ളി നമ്മളെ ഓരോരുത്തരെയും വളരെ ആതിഥേയ മര്യാദയോടുകൂടി സ്വീകരിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്.
ഒരു സമയത്തിന്റെ ഒരു കാര്യത്തിൽ പോലും ഒരു തെറ്റ് വരാതെ, ഭക്ഷണത്തിന്റെ കാര്യത്തിലോ സൗകര്യങ്ങളുടെ കാര്യത്തിലോ ഒരു തെറ്റ് വരാതെ ഈ ഒരു ദേവാലയം നമ്മെ വളരെയധികമായിട്ട് വെൽക്കം ചെയ്തു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ രൂപതയുടെ എല്ലാ അച്ഛന്മാരും പിതാക്കന്മാരും കമ്മിറ്റി അംഗങ്ങളും എല്ലാം ഇതിന്റെ പുറകിൽ അക്ഷീണം പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഈ യൂക്രിസ്റ്റിക് കോൺഗ്രസ് അവസാനിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും ഞങ്ങളുടെ ഇടവകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ ഡാനിയലച്ചൻ പറഞ്ഞതുപോലെ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ഈശോയായിട്ട് ജീവിക്കുവാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയുടെ കൃപയാൽ ലഭിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൃപ കിട്ടണമെങ്കിൽ ഈശോ നമുക്ക് തരണം. നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെയും മറ്റ് വിശുദ്ധരുടെ എല്ലാം സഹായം നമുക്കത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിൽവി സന്തോഷ് ഫ്രം സോമർസെറ്റ് ഫോർ ഷെക്കീന TV.